നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അഞ്ചൽ ചന്തയിൽ വീണ്ടും തീപിടുത്തം. സംഭവത്തിൽ ദുരൂഹത. ചന്തയിലെ തുടർച്ചയായ തീപിടുത്തം പഞ്ചായത്ത് അധികൃതരുടെ അറിവോടെയാണെന്ന് ആക്ഷേപം. ചന്ത നശിപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ തീരുമാനമായിട്ടാണ് അഞ്ചൽ പഞ്ചായത്തിന്റെ ഭരണസമിതി. സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് വ്യാപാരികൾ. യുവ ഡോക്ടറുടെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. തേവലക്കര സ്വദേശി ഡോക്ടർ ഫിറോഷിന്റെ മരണത്തിലാണ് അന്വേഷണം. ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഫിറോഷിന്റെ മരണം. മയ്യനാട് നെയ്ത്ത് സഹകരണ സംഘത്തിന്റെ കെട്ടിടം അപകടാവസ്ഥയിൽ. ജീർണിച്ച കെട്ടിടത്തിനുള്ളിൽ ലക്ഷങ്ങളുടെ തറിയും യന്ത്ര സാമഗ്രികളും. കെട്ടിടത്തിന് 55 വർഷത്തിലേറെ പഴക്കം. വിശദമായ വാർത്തകളിലേക്ക്. അഞ്ചൽ ചന്തയിൽ വീണ്ടും തീപിടുത്തം. കഴിഞ്ഞ രാത്രി 12 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ചന്തയിലെ തുടരെയുള്ള തീപിടുത്തം പഞ്ചായത്ത് അധികൃതരുടെ അറിവോടെയാണ് ഉണ്ടാകുന്നതെന്നും ആരോപണമുണ്ട്. ചന്തയിലെ തീപിടുത്തത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. ഒരു മാസമായി തീ കത്തിയതിന്റെ അവശിഷ്ടങ്ങൾ ഈ ചന്തയിൽ വാരി വിതറിയിട്ടിരിക്കുക. ചന്തയിൽ ആരും കയറാൻ പാടില്ല. ഈ ചന്ത നശിപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ തീരുമാനമായിട്ടാണ് അഞ്ചൽ പഞ്ചായത്തിന്റെ ഭരണസമിതി മുമ്പോട്ട് പോകുന്നത്. അഞ്ചൽ കച്ചവടത്തിൽ പണ്ടുള്ളവർ ചോദിക്കുന്നത് കച്ചവടത്തിൽ എന്തുകൊണ്ട് മിച്ചം അതാണ്. ഇപ്പം ഉണ്ടതുകൊണ്ട് ക്യാൻസറുണ്ട്, 2 അസുഖമുണ്ട്. അഞ്ചൽ ചന്തയിലെ തീപിടുത്ത സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. 1 മാസത്തിനു മുമ്പ് തീപിടിച്ച സ്ഥലത്ത് അന്ന് കത്തിനശിച്ച അവശിഷ്ടങ്ങൾക്കാണ് വീണ്ടും തീപിടിച്ചത്. ഈ അവശിഷ്ടങ്ങൾ നീക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകാത്തതാണ് വീണ്ടും തീപിടുത്തത്തിന് കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അഞ്ചൽ മാർക്കറ്റില് രാത്രിയിൽ തീപിടുത്തം ഉണ്ടായിട്ടിപ്പോൾ 1 മാസക്കാലത്തോളം ആവുകയാണ്. വീണ്ടും കത്തിയ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും തുടർച്ചയായി തീപിടുത്തം ഉണ്ടാവുകയും പോലീസും ഫയർഫോഴ്സും പഞ്ചായത്തുകാരും ഒക്കെ ചന്തയിൽ വന്ന് ഓരോ ദിവസവും തീ അണച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഇത്രയും നെറികെട്ട ഈ നാട്ടിലെ ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു ഭരണകൂടം ആരാണ് ഇവരെ അധികാരത്തിൽ ഏറ്റിയിട്ട് എന്ത് നേട്ടമാണ് ഈ നാടിനുള്ളത് എന്നൊന്ന് പരിശോധിച്ചാൽ ഇത്രയും ഒരു തരംതാണ വാക്കുകളില്ല, തരംതാണ ഒരു നാട്ടിലെ ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു ഭരണസമിതി. ജില്ലാ പഞ്ചായത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു. ഈ കെട്ടിടത്തിന്റെ മുന്നിൽ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ കെട്ടിടത്തിന് ചുറ്റും സൂക്ഷിച്ചതിനാലാണ് 1 മാസം മുമ്പ് ഇതുപോലൊരു തീപിടുത്തമുണ്ടാകാൻ കാരണം. കെട്ടിക്കിടന്ന ആ അവശിഷ്ടങ്ങൾക്കാണ് വീണ്ടും തീപിടിച്ചത്. ഇത് മനഃപൂർവ്വം ആരോ തീയിട്ടതാണെന്ന് ചന്തയിലെ വ്യാപാരികൾ ആരോപിച്ചു. രണ്ടാമത്തെ പ്രാവശ്യമാണ് തീ പിടിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടുന്ന് കച്ചവടം ചെയ്യാനും ഒന്നും പറ്റത്തില്ല. ഞങ്ങളൊരു 8-10 തൊഴിലാളികളാണ് കടയിൽ കച്ചവടക്കാരുള്ളത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സർവീസ് ആൻഡ് എക്സ് സർവീസ് അസോസിയേഷൻ കക്കാക്കുന്ന് യൂണിറ്റ് ഉദ്ഘാടനവും പ്രതിഭകളെ ആദരിക്കലും ശനിയാഴ്ച നടക്കും. വൈകിട്ട് 5-നാണ് പരിപാടി നടക്കുന്നത്. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ശൂരനാട് തെക്ക് ചിറ്റക്കാട്ട് ദേവി ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും. നാട് മാറട്ടെ, നാട്ടാർ മാറട്ടെ, നന്മകൾ ചെയ്യാൻ മനസ്സൊരുമിക്കട്ടെ എന്ന നൂതന ആശയം ഉൾക്കൊണ്ട് ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിലെ കക്കാക്കുന്നിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന സർവീസ് ആൻഡ് എക്സ് സർവീസ് അസോസിയേഷന്റെ ഉദ്ഘാടനവും പ്രതിഭകളെ ആദരിക്കലും 6-ന് വൈകിട്ട് 5-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചിറ്റക്കാട്ട് ദേവീക്ഷേത്ര അങ്കണത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിക്കും. അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഗവൺമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ സാറാണ്. അതിൽ മുഖ്യ അതിഥിയായിട്ട് ശ്രീ ഋഷിരാജ് സിംഗ് IPS സാർ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീ ജയകുമാർ സാർ, പിന്നെ വിശിഷ്ട വ്യക്തികളായി കുറച്ച് രാഷ്ട്രീയ സാംസ്കാരിക ആൾക്കാരും വരുന്നുണ്ട്. അതുപോലെ രാത്രിയിൽ 9 മണി മുതൽ ഞങ്ങൾ ഈ ആലപ്പുഴ ഇറ്റ ഇവിടെ നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും പരിപാടി അമ്പലത്തിലെ ഉത്സവമായിട്ട് സംബന്ധിച്ച് നടത്തുന്നുണ്ട്. കേരള പോലീസ് റിട്ടയർഡ് DGP ഋഷിരാജ് സിംഗ് വിശിഷ്ട അതിഥിയായി എത്തുന്ന ചടങ്ങിൽ ബഹുമുഖ പ്രതിഭകളെ ആദരിക്കൽ ശാസ്താംകോട്ട DYSP T ജയകുമാർ നിർവഹിക്കും.
കാപ്പക്സ് ചെയർമാൻ എം ശിവശങ്കരപിള്ള, പരിസ്ഥിതി പ്രവർത്തകൻ രാമാനുജൻ തമ്പി, കോൺഗ്രസ് ശൂരനാട് തെക്ക് മണ്ഡലം പ്രസിഡന്റ് RD പ്രകാശ്, BJP മണ്ഡലം പ്രസിഡന്റ് ബൈജു ചെറുപുക എന്നിവർ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിക്കും. ഞങ്ങളുടെ മെയിനായിട്ട് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കും ഞങ്ങളുടെ കൂടെ ഉള്ളവർക്കും ഉന്നമനത്തിനും അവരുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പിന്നെ ഞങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ട്. പഞ്ചായത്ത്, താലൂക്ക് വികസനകാര്യ സമിതിയിൽ ഞങ്ങളെയും സ്ഥിരം ക്ഷണിതാക്കളാണ് ആക്കണമെന്ന് ബഹുമാനപ്പെട്ട ഭരണാധികാരികളോടും അധികാരികളോടും ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. അതുപോലെ തന്നെ കളക്ടറുടെ ദുരന്ത നിവാരണ അതോറിറ്റിയെ ഞങ്ങളെ സ്ഥിരം ക്ഷണിതാക്കൾ ആക്കണം. കാരണം ഇപ്പം കോവിഡ്, സുനാമി, പ്രകൃതിക്ഷോഭങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ വിമുക്തോടന്മാരായ ഞങ്ങൾക്കും പല അറിവും ഉണ്ട്, പല മേഖലകളിലും പല അറിവുകളും നേരിട്ടുള്ളവരാണ്. വാർത്താ സമ്മേളനത്തിൽ സർവീസ് ആൻഡ് എക്സ് സർവീസ് അസോസിയേഷൻ പ്രസിഡന്റ് C വാമദേവൻ പിള്ള, സെക്രട്ടറി G സരസൻ നായർ, ട്രഷറർ രാമകൃഷ്ണപിള്ള, പ്രോഗ്രാം കൺവീനർ C പ്രസന്നൻ പിള്ള, ചെയർമാൻ K ഗോപാലകൃഷ്ണപിള്ള എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. കുന്നത്തൂരിൽ കാട്ടുപന്നി ശല്യം. 2 പേരെ പന്നി ആക്രമിച്ചു. നെടിയവിള ഭൂതക്കുഴി ചന്തയ്ക്ക് സമീപമാണ് പന്നിയുടെ ആക്രമണമുണ്ടായത്. നെടിയവിള ഭൂതക്കുഴി ചന്തയ്ക്ക് സമീപമാണ് തൊളിക്കലേല പരിസരത്ത് കാട്ടുപന്നി 2 പേരെ ആക്രമിച്ചത്. വിറക് ശേഖരിക്കുകയായിരുന്ന കുഴിയത്ത് സുരേഷ്, പറമ്പിൽ ജോലി ചെയ്യുകയായിരുന്ന കുരുമ്പേലേത്ത് രാധാകൃഷ്ണപിള്ള എന്നിവർക്കാണ് പന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. നായ്ക്കളുടെ കുരകേട്ട് നോക്കിയപ്പോഴാണ് ഇരുവരെയും കാട്ടുപന്നി ആക്രമിച്ചത്. പ്രദേശത്ത് കാട്ടുപന്നികളുടെ ശല്യം വ്യാപകമാണ്. കുന്നത്തൂർ, പോരുവഴി പഞ്ചായത്തുകളിലും പന്നി ശല്യമുണ്ട്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. യുവ ഡോക്ടറുടെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. തേവലക്കര സ്വദേശി ഡോക്ടർ ഫിറോഷിന്റെ മരണത്തിലാണ് അന്വേഷണം. ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഫിറോഷ് മരിച്ചത്. അപ്പോൾ അതേപോലെ എല്ലാ രീതിയിലും നല്ല എനർജറ്റിക് ആയിട്ട് നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരാളെ നമ്മൾ രാത്രിയിൽ നടത്തി അങ്ങോട്ട് കൊണ്ടു കൊടുത്തു. മണിക്കൂറുകൾക്കകം അവർ ഈ രീതിയിലാക്കി ഇങ്ങനെ തന്നു. സാധാരണ മറ്റെന്തെങ്കിലും ഒരു പൂച്ചയോ കോഴിയോ കൈകാര്യം ചെയ്തതിനേക്കാൾ വളരെ കഷ്ടമായിട്ടാണ് മോനോട് ചെയ്തത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവ ഡോക്ടറുടെ അസ്വാഭാവിക മരണത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചത്. പഞ്ചാബ് ഭട്ടിൻഡ ആദേശ് യൂണിവേഴ്സിറ്റിയിൽ MDS 2ാം വർഷ വിദ്യാർത്ഥിയായ തേവലക്കര പാലക്കൽ വിളയിൽ ഡോക്ടർ ഫിറോഷ് മരിച്ച സംഭവത്തിലാണ് കുടുംബത്തിന്റെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചത്. ഫെബ്രുവരി 18-നാണ് പനിയുടെ ലക്ഷണങ്ങളുമായി ഫിറോഷ് ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അപ്പോൾ ഇവിടെ കൊള്ളാമെന്ന് ആലോചിച്ചപ്പോൾ പറഞ്ഞപ്പോൾ മാസ്റ്റർകാർ പത്മാവതി എടുത്തതുകൊണ്ട് കുറേ കൂടെ മെച്ചപ്പെട്ട ട്രീറ്റ്മെൻറ്റ് കാണുമായിരിക്കും. 10 മണിയായപ്പോഴത്തേക്ക് അവിടെ എത്തി. ആശുപത്രിക്കുള്ളിലേക്ക് നടന്നുപോയ മകനെ മയക്കി കിടത്തി ഭരണിക്കാവിലെ ആശുപത്രിയിൽ എത്തിച്ച് MRI സ്കാൻ ചെയ്ത ശേഷം തിരികെ എത്തിച്ചെന്നും പിന്നീട് ബോധത്തോടെ കണ്ടില്ലെന്നും പിറ്റേന്ന് മൃതദേഹമാണ് ലഭിച്ചതെന്നും പിതാവ് ശിഹാബുദ്ദീൻ പറയുന്നു. കാഷ്വാലിറ്റിയിൽ നടന്നു പോയി കയറി. അവിടെ അവർ വീൽ ചെയർ ഉണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ ആവശ്യമില്ല, നടന്നു വരാമെന്നും പറഞ്ഞ് അവൻ നടന്നു പോയി. പിന്നെയാണ് സംഗതികൾ കുഴപ്പമാകുന്നത്. അതായത് ഇവർ പറഞ്ഞ ഒരു MRI സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. MRI സ്കാൻ ചെയ്യാൻ അവിടെ MRI സ്കാൻ ഇല്ല. അപ്പോൾ അവിടെ നടത്തിയ ടെസ്റ്റിനകത്തൊന്നും ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ടെന്ന് MRIയുടെ തലയുടെ ഒരു MRI എടുക്കാം എന്നും പറഞ്ഞാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ അവന്നേരം സെഡേഷൻ കൊടുത്തപ്പോൾ തന്നെ അതൊരു സുമാറില്ലാത്ത രീതിയിൽ എനിക്ക് തോന്നിയത്. അങ്ങനെ അത്രയും സെഡേഷൻ കൊടുക്കേണ്ട കാര്യവും ഇല്ല, അനങ്ങാതിരിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സെഡേഷൻ കൊടുത്തു. എന്നിട്ട് അവരുടെ ആംബുലൻസിനകത്ത് എലിസ്റ്റർ എന്ന് പറയുന്ന ഒരു ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. ഭരണിക്കാവിലെ 12 മണിക്ക് അവിടെ നിന്ന് കൊണ്ടുപോയി 1:10, 1:20 ആയപ്പോഴത്തേക്ക് തിരികെ വന്നു. റിസൾട്ട് അപ്പോൾ കിട്ടിയില്ല, ഇങ്ങ് പോരുന്നു. എന്നിട്ട് ഇവിടെ വന്നപ്പം കാഷ്വാലിറ്റി അല്ല വീണ്ടും അഡ്മിറ്റ് ചെയ്തത്, അവർ MICUവിലാണ് അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ എന്നെക്കൊണ്ട് പൈസ അടപ്പിച്ചു, ഞാൻ അടച്ചു. അങ്ങനെ അവിടെ ICUവിൽ അഡ്മിറ്റാക്കി. ഇവിടെ നമ്മുടെ കൂടെ വന്നവർ ചോദിച്ചു എന്താ ICUവിൽ അഡ്മിറ്റ് ചെയ്യേണ്ട കേസുണ്ടോയെന്ന് ഇതും പറഞ്ഞ് അത് കൂടുതൽ കെയർ കിട്ടുമല്ലോ, അപ്പോൾ അവിടെ നല്ലതാണെന്ന് പറഞ്ഞു. സ്കാനിങ്ങിൽ അസ്വാഭാവികമായി ഒന്നും ഉണ്ടായിരുന്നില്ല. വേറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും അനുവദിച്ചില്ല. എന്നിട്ട് അവരൊന്നിനും വിളിച്ചില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച എല്ലാം നോർമലാണ്, എല്ലാം ഓക്കെയാണ് എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ 7 മണി മുതൽ 8 മണി വരെ അവിടെ സന്ദർശന സമയമാണ് ICUവിൽ. ആ സമയം ആകുന്നത് വരെ അവരൊന്നിനും വിളിച്ചില്ല. അപ്പം ഞാൻ 7 മണിക്ക് മുമ്പേ അവിടെ അതിൻ്റെ വാതിൽക്കൽ ചെന്ന് നിന്ന് 7 മണിയായപ്പം കയറി കണ്ടപ്പോൾ അവൻ സെഡേഷനിലാണ്. നേരത്തെ 12 മണിക്ക് കൊടുത്ത സെഡേഷനാണോ എന്തോന്ന് എനിക്ക് അന്നേരം അറിയില്ല. സെഡേഷനിൽ തന്നെയാണ്. ഞാൻ ചോദിച്ചാൽ എന്താ ഇങ്ങനെ കിടക്കുന്നത്? അപ്പം കൈയും കാലും ഒക്കെ ഇങ്ങനെ സൈഡിൽ ബെഡിലോട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്, സെഡേഷനിലുമാണ്. അവൻ പറഞ്ഞു അത് സെഡേഷനിലാണ്, അത് സെഡേഷനാകുമ്പോൾ അങ്ങ് ഓക്കെ ആകും. ആ ബെഡിൻ്റെ അടുത്ത് ഒരു ഡോക്ടറോ ഒരു നഴ്സോ ആരും ആ ബെഡിൻ്റെ അടുത്തും ഇല്ല, തൊട്ടടുത്ത ബെഡിൻ്റെ അടുത്തൊന്നും ഇല്ല താനും. ഞാൻ പിന്നെ ഇച്ചിരി ദൂരെ നിൽക്കുന്ന ഒരു നഴ്സിനെ വിളിച്ചിട്ട് ചോദിച്ചത് എന്താ ഇങ്ങനെ കിടത്തിയിരിക്കുന്നത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് സെഡേഷൻ കൊടുത്ത് കിടത്തിയിരിക്കുകയാണെന്ന്.
ചുരുക്കി പറഞ്ഞാൽ ആ സെഡേഷൻ അങ്ങനെ തന്നെ മരിക്കുന്നവരെ സെഡേഷനിലായിരുന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഞാൻ അതിന് മുമ്പ് ചോദിച്ചു 9:45 അപ്പോഴാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണോ? അത് കൊണ്ടുപോകേണ്ട കാര്യമില്ല, കൊണ്ടുപോയിട്ട് കാര്യമില്ല, പിന്നെ അങ്ങ് വരെ എത്തത്തില്ല, ഒരു അറ്റാക്ക് വന്നതാണ്, ഇനി വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ അവർ പറഞ്ഞു. ശാസ്താംകോട്ട പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെങ്കിലും അന്വേഷണം മുന്നോട്ട് പോയില്ല. തുടർന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ശേഷമാണ് അന്വേഷണം കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത്. കുടുംബാംഗങ്ങളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയ ശേഷം അന്വേഷണ സംഘം പോലീസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. യാതൊരു രോഗങ്ങളുമില്ലാതിരുന്ന ആരോഗ്യവാനായ മകന്റെ ദുരൂഹ മരണത്തിന്റെ ഉത്തരവാദികളെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും മകന്റെ മരണത്തിൽ വ്യാജ പ്രചാരണം നടന്നതായും കുടുംബം പറയുന്നു. അതേപോലെ തന്നെ ഒരു 9:45 വീണ്ടും വന്ന് നോക്കി. അതിപ്പോൾ കാണാനായിട്ട് വന്നപ്പോൾ അതിൽ ഞാൻ മുട്ടി. അപ്പം അവർ ഒരു മായ എന്ന് പറയുന്ന ഒരു ഡോക്ടർ വന്നിട്ട് ഫിറോഷിൻ്റെ ഫാദറാണോ, കാണാനിരിക്കുകയായിരുന്നു, ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യമൊക്കെ പറയാനുണ്ടെന്നും പറഞ്ഞ് അവർ സംഭാഷണം തുടങ്ങി. കഥവ് അങ്ങ് അടച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞ രഹസ്യമാണെന്ന് പറഞ്ഞു. എന്തോന്ന് ചോദിച്ചും പറഞ്ഞേ അവനെ ഏതാണ്ടൊരു മയക്കുമരുന്ന് കഴിച്ചു എന്ന് നഴ്സിനോട് വെളിപ്പെടുത്തിയിരുന്നു രാത്രിയിൽ. അപ്പം മയക്കുമരുന്ന് കഴിച്ചു. അവൻ മയക്കുമരുന്ന് കഴിക്കത്തുമില്ല, അവൻ അങ്ങനെ യാതൊരു ദുസ്വഭാവങ്ങളും ഉള്ളവനല്ലെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അറിയാം. ഇങ്ങനെ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചവറ. പാവുമ്പ മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. പാലമൂടിന് സമീപമാണ് കൺവെൻഷൻ നടത്തിയത്. പാവുമ്പ മണ്ഡലം UDF 82 നമ്പർ ബൂത്ത് കൺവെൻഷൻ നടത്തി. പാലമൂടിന് സമീപം സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ INTUC യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് കാർത്തിക് ശശി ഉദ്ഘാടനം ചെയ്തു. 50 പൈസയുടെ പാരസെറ്റമോളിന് 2 രൂപയാകുമ്പോൾ അതിന്റെ വില വ്യത്യാസം എത്രയാണെന്നുള്ളത് തിരിച്ചറിയണം. നമുക്കൊക്കെ ഈ അലർജി വരുമ്പോഴും തുമ്മൽ വരുമ്പോഴും ഒക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന മൊണ്ടേക്ക് എന്ന് പറഞ്ഞ ഗുളിക, അത് 1 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഗുളികയ്ക്ക് ഇപ്പോ 11 രൂപയും 12 രൂപയും തൊട്ട് ചിലതിന് 18 രൂപ 75 പൈസ വരെ കമ്പനികളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറുന്നു. അപ്പോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ ഭരണം കൊണ്ടെത്തിച്ചു നിർത്തിയിരിക്കുകയാണ്. നരേന്ദ്രമോദിയും അമിത്ഷായുടെയും BJPയുടെയും ഭരണം ഇവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായിട്ടുള്ള വെല്ലുവിളിയാണ്. ബൂത്ത് പ്രസിഡന്റ് രാമകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. ശശിധരൻ, KP രാജൻ, മേലോട്ട് പ്രസന്നകുമാർ, തുളസി, ടോമി എബ്രഹാം, ചെറുകര സലീം, പാവുമ്പ സുനിൽ, ശൈലജ, മായ സുരേഷ്, മായ, സുകുമാരപിള്ള, മറ്റത്തു സുഖരാജൻ, പക്കാനാശ്ശേരിൽ രവി, ഗോപൻ, അജേഷ്, സന്തോഷ്, ശിവാനന്ദൻ, ഉദയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിലെ വിഷു മഹോത്സവത്തിന് ശനിയാഴ്ച കൊടിയേറും. തന്ത്രി രമേശ് ഭാനു പണ്ടാരത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറുന്നത്. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഏപ്രിൽ 15-ന് കൊല്ലം പൂരം ആശ്രാമം മൈതാനിയിൽ നടക്കും. ക്ഷേത്രകലകൾക്ക് പ്രത്യേകിച്ച് കഥകളിക്ക് വളരെ പ്രാധാന്യം നൽകി വരുന്നതാണ് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രം. എല്ലാ ദിവസവും ഉദയാസ്തമയ ഭാഗവത പാരായണം ഉണ്ടായിരിക്കും. കൊടിയേറ്റ് സദ്യ, വിഷുസദ്യ, പൂരസദ്യ കൂടാതെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. വിഷുദിനത്തിൽ ഭഗവാന് ചാർത്താനുള്ള തങ്ക തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ ഘോഷയാത്ര ഏപ്രിൽ 13-ന് വൈകിട്ട് ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ബാലികമാരുടെ താലപ്പൊലി, പഞ്ചവാദ്യം, വേലകളി, വിവിധ നാടൻ കലാരൂപങ്ങൾ എന്നിവയോടും ഗജവീരന്മാരുടെ അകമ്പടിയോടും കൂടി എഴുന്നള്ളി കൊല്ലം നഗരത്തെ ഭക്തിയുടെ നിറവിൽ ആറാടിച്ചുകൊണ്ട് ആശ്രമം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഏപ്രിൽ 14-ന് വിഷുദിനത്തിൽ ക്ഷേത്രത്തിൽ ഒരുക്കുന്ന വിഷുക്കണി ദർശിക്കുവാൻ 10,000-കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരും. അന്നേ ദിവസം രാത്രി ഭഗവാന്റെ പള്ളിവേട്ട ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടക്കും. ഏപ്രിൽ 15-ന് രാവിലെ 13 ക്ഷേത്രങ്ങളിൽ നിന്നായി ചെറുപൂരങ്ങൾ വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നതോടെ കൊല്ലം പൂരത്തിന് തുടക്കം കുറിക്കും. തുടർന്ന് ആനനീരാട്ട്, ആനയൂട്ട് എന്നിവ ഉണ്ടായിരിക്കും. കൊല്ലം പൂരത്തിന്റെ ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കും. പൂരം ചെയർമാൻ പത്മശ്രീ ഡോക്ടർ B രവിപിള്ള ഭദ്രദീപം തെളിയിക്കും. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി, മേയർ പ്രസന്ന ഏണസ്റ്റ്, MP, MLA മാർ, ജില്ലാ കളക്ടർ, കോർപ്പറേഷൻ കൗൺസിലർമാർ, അഡ്വൈസറി കമ്മിറ്റി, പൂരം കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും. അഡ്വക്കേറ്റ് മംഗലത്ത് K ഹരികുമാർ, വിമൽ റോയ്, സുരേഷ് ബാബു, SCS നായർ, G സുരേഷ് ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മുതുപിലക്കാട് ഉത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം ചേർന്നു. കെട്ടുത്സവ ഭാരവാഹികൾ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. ശാസ്താംകോട്ട പോലീസിന്റെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത്. ശാസ്താംകോട്ട മുതുപിലക്കാട് ക്ഷേത്രത്തിലെ ഉത്സവവും പൂരവും സമാധാനപരമായി നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് അവലോകന യോഗം ചേർന്നത്. കെട്ടുത്സവ സമിതികളുമായി പോലീസ് ചർച്ച നടത്തി. ശാസ്താംകോട്ട DYSP ജയകുമാർ, SHO രാജേഷ് എന്നിവരാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത്. മുതുപിലക്കാട് പൂരം പൂർണ്ണമായും ക്യാമറ നിയന്ത്രണത്തിലായിരിക്കുമെന്ന് പോലീസ് പറഞ്ഞു. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. തങ്ങളുടെ കൂടെ എത്തുന്നവരെ നിയന്ത്രിക്കുന്ന ചുമതല കെട്ടുത്സവ സമിതി ഭാരവാഹികൾ നിർവഹിക്കണമെന്നും പോലീസ് പറഞ്ഞു. സാധനങ്ങളുമായിട്ട് വരുന്നവരുണ്ട്, അവരോട് ഒന്ന് സ്പീഡപ്പ് ചെയ്ത്
പുറത്തേക്ക് കയറണം എന്ന് പോലീസ് പറയുന്ന ഒരു നിർദ്ദേശം തരും. അതുകൂടെ കേൾക്കുക. ആ സമയത്ത് ഉത്സവം സുഗമമായി നടത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. ഏപ്രിൽ 12-നാണ് മുതുവിലാക്കാട് പൂരം. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മയ്യനാട് നെയ്ത്ത് സഹകരണ സംഘത്തിന്റെ കെട്ടിടം അപകടാവസ്ഥയിലെന്ന് പരാതി. ഇടിഞ്ഞുപൊളിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ ലക്ഷങ്ങളുടെ തറിയും യന്ത്രസാമഗ്രികളുമാണുള്ളത്. ഇതെല്ലാം നാശത്തിന്റെ വക്കിലാണ്. ഒട്ടേറെ കുടുംബങ്ങൾ ജീവിതം കരുപ്പിടിപ്പിച്ച മയ്യനാട് കൈത്തറി നെയ്ത്ത് വ്യവസായ സഹകരണ സംഘത്തിന്റെ നേർക്കാഴ്ചയാണിത്. കൂട്ടിക്കട അമ്മാച്ചൻമുക്കിന് സമീപം പ്രവർത്തിച്ചിരുന്ന കളക്റ്റീവ് വീവിംഗ് സെന്റർ കെട്ടിടമാണ് അധികൃതരുടെ അനാസ്ഥയിൽ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നത്. കെട്ടിടം നിൽക്കുന്ന സ്ഥലം കാടുപിടിച്ച അവസ്ഥയിലാണ്. പുതിയ ഷീറ്റ് മേൽക്കൂരയും വെള്ളയടിച്ച കെട്ടുറപ്പുള്ള മുൻഭാഗവും ആകർഷണീയമായി തോന്നുമെങ്കിലും 55 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടത്തിന്റെ ഓടുപാകിയ മേൽക്കൂരയുടെ ഭൂരിഭാഗവും തകർന്നു. ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളം കൂടിയാണ് ഇവിടം ഇപ്പോൾ. മേൽക്കൂര ചിതലെടുത്തതോടെ ഓടുകൾ കെട്ടിടത്തിനുള്ളിലേക്കും സമീപത്തെ ഇടവഴിയിലേക്കുമാണ് വീഴുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ നിവേദനം നൽകിയതിനെ തുടർന്ന് കെട്ടിടം പൊളിച്ചുമാറ്റാൻ ഇരവിപുരം വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു. എന്നാൽ ഉത്തരവ് നടപ്പായില്ലെന്നു മാത്രം. 2 വർഷം മുമ്പ് കെട്ടിടത്തിന്റെ മേൽക്കൂര ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു. കൈത്തറി യൂണിറ്റിന്റെ ചുമതലയുള്ള വ്യവസായ വകുപ്പ് അധികൃതരെത്തി സമീപത്ത് തെങ്ങിലേക്ക് മേൽക്കൂര കെട്ടി നിർത്തി. നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ഈ തൊഴിൽ സംരക്ഷിക്കേണ്ട അധികൃതരുടെ കെടുകാര്യസ്ഥതയാണ് കൈത്തറി കെട്ടിട തകർച്ചയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. ചീരകൃഷിയിൽ നേട്ടം കൈവരിച്ച് കർഷകൻ. മയ്യനാട് സ്വദേശി രാജുവാണ് ചീരകൃഷിയിൽ ശ്രദ്ധേയനാകുന്നത്. ഇതിപ്പം 25 ദിവസമായി. ഇത് ഇനി ഒരു 25 ദിവസം കൂടെ കച്ചവടം ചെയ്യാം. അപ്പോൾ 50 ദിവസം മതി അല്ലേ? മതി. കഴിഞ്ഞ 2 മാസം കൊണ്ട് ചീരകൃഷിയിൽ വൻ ലാഭമാണ് മയ്യനാട് 12-ാം വാർഡ് രാജ്ഭവനിൽ രാജു നേടിയത്. ചീരകൃഷി തക്കാളി കൃഷിയെക്കാളും ലാഭകരമാണെന്നാണ് രാജുവിന്റെ അഭിപ്രായം. ഇത്രയേ ഉള്ളൂ. തറ നല്ല രീതിയിൽ ഇളക്കുക. ഇളക്കി കട്ട പൊടിച്ച് വളം ആദ്യം പശുവൊക്കെ നമ്മുടെ കന്നാലിയുടെ ചാണകപ്പൊടി വിതറി വെള്ളം ഒഴിച്ച് തണുപ്പിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വിത്ത് വിതറി അതിന് ഈ 2 ഇല വരുന്നത് വരെ അതേ കണക്ക് വെച്ചിട്ട് 2 ഇല വന്നു കഴിഞ്ഞാൽ പിരിച്ച് നടുക. തടവെടുത്ത് പിരിച്ച് നടാം. പിരിച്ച് നട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കത്തില്ല. ഈ കൂട്ടം കൂടി നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ വിത്ത് വീഴുന്ന സ്ഥലം ഉണ്ടാവും. അതിനെ മാറ്റി വീണ്ടും അത് കണക്കാണ് നമ്മുടെ. തികച്ചും ജൈവവള പ്രയോഗമാണ് രാജു വീട്ടുവളപ്പിൽ ചീരകൃഷിക്കായി നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. കരുനാഗപ്പള്ളി മാലുമേൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മേടവിഷു മഹോത്സവത്തിന് തുടക്കമായി. മേടവിഷു മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള മാലുമേൽ സാന്ത്വനം ആധ്യാത്മിക സാംസ്കാരിക സമ്മേളനം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. മാലുമേൽ ദേവസ്വം പ്രസിഡന്റ് S. രഘുനാഥന്റെ അധ്യക്ഷതയിൽ സാംസ്കാരിക സമ്മേളനവും മാലുമേൽ ദേവികാരുണ്യ നിധി സമാഹരണ ഉദ്ഘാടനവും CR മഹേഷ് MLA നിർവഹിച്ചു. ഏറ്റവും മഹത്തരമായ ഗ്രന്ഥത്തിലെ ഓരോ വരികൾക്കിടയിലുള്ള അർത്ഥങ്ങളും കഥകളും ഉപകഥകളും എത്ര മനോഹരമായി ലളിതമായി പറഞ്ഞാലും നമ്മൾ എത്ര പേർ അത് കേൾക്കുന്നുണ്ട്. പിന്നീട് 1 വർഷക്കാലം അടുത്ത സപ്താഹം വരെയും നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊരു ആത്മപരിശോധന ഈ സപ്താഹ യജ്ഞത്തിന് നേതൃത്വം കൊടുക്കുന്നവരും ഇത് കേൾക്കുന്നവരും നടത്തിയാൽ നന്നായിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയുവാൻ അറിയാവുന്ന സ്വാമി ഉദിത് ചൈതന്യ അവറുകൾ ഈ ചടങ്ങിൽ പ്രസംഗിക്കുന്നുണ്ട്. 11 ദിവസം നീണ്ടു നിൽക്കുന്ന കലാസന്ധ്യകളുടെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ നിർവഹിച്ചു. അത് കല എന്ന് പറയുന്നത് നമ്മൾ പറയുന്നു കരണങ്ങളുടെ ലയമാണ് കല. അതല്ല, കരണങ്ങൾ എന്ന് വെച്ചാൽ ഒത്തിരി സമൂഹങ്ങൾ ചേരുന്നതിൻ്റെ ലയമാണ് കല എന്നുള്ളത് പിന്നെ നാട്യശാസ്ത്രമൊക്കെ പറയുന്ന കഥയാണ്. അതൊന്നല്ല, കണ്ണീരിന്റെ ലക്ഷ്യമാണ് കല. ദേവസ്വം സെക്രട്ടറി ഷിബു എസ് തൊടിയൂർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പനക്കിനുണ്ണി നന്ദിയും പറഞ്ഞു. വി മുരളീധരൻ, സ്വാമി ഉദിത് ചൈതന്യ എന്നിവർ പങ്കെടുത്തു. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചടങ്ങുകളോടെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത്. ലോകപ്രശസ്തനായ യജ്ഞാചാര്യൻ സ്വാമി ഉദിത് ചൈതന്യ സപ്താഹത്തിന് നേതൃത്വം നൽകും. യജ്ഞപന്തലിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ 5 വ്യത്യസ്ത ദിനങ്ങളിലായി വിമുക്ത സൈനിക നീതിപാലക സംഗമം, കർഷക തൊഴിലാളി സംഗമം, മാതൃസംഗമം, ഗുരുവന്ദനം, വിദ്യാർത്ഥി യുവജന സംഗമം തുടങ്ങി നൂതനമായ ചടങ്ങുകൾ നടക്കും. പ്രശസ്തമായ മാലുമേൽ പൊങ്കാല ഏപ്രിൽ 13-നാണ് നടക്കുന്നത്. മാളികപ്പുറം ഫെയിം ദേവനന്ദ പൊങ്കൽ മഹോത്സവത്തിന് ഭദ്രദീപം തെളിയിക്കും.
ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓച്ചിറ കളങ്കണ്ടത്തറ ഭദ്ര ഭഗവതി മഹാദേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞത്തിന് തുടക്കമായി. തന്ത്രി ഉണ്ണികൃഷ്ണൻ നായർ ഭദ്രദീപ പ്രതിഷ്ഠ നടത്തി. 12-ന് സമാപിക്കും. ഓച്ചിറ വലിയകുളങ്ങര കളങ്കണ്ടത്തറ ഭദ്ര ഭഗവതി മഹാദേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് സപ്താഹയജ്ഞത്തിന് തുടക്കമായത്. ഇതോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ കാർത്തിക രോഹിണി മഹോത്സവം നടക്കും. ഏപ്രിൽ 12-ന് ഉത്സവം സമാപിക്കും. ക്ഷേത്രതന്ത്രി ഇ ഈശ്വരൻ നമ്പൂതിരി, മേൽശാന്തി വിനുകുമാർ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത്. സപ്താഹയജ്ഞത്തിലെ യജ്ഞാചാര്യൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ്. ക്ഷേത്രതന്ത്രി ഭദ്രദീപ പ്രതിഷ്ഠ നിർവഹിച്ചു. തുടർന്ന് ഭാഗവത ഗ്രന്ഥപൂജ, ഗ്രന്ഥ നമസ്കാരം, വരാഹാവതാര പാരായണം, പൂജ എന്നിവ നടത്തി. തുടർന്ന് ഭാഗവത പുരാണ സമീക്ഷയ്ക്ക് യജ്ഞാചാര്യൻ നേതൃത്വം നൽകി. സുഹൃത്തുക്കളായ സജ്ജനങ്ങളെ, കളങ്കണ്ടത്തറ ശ്രീ ഭദ്രാഭഗവതി ക്ഷേത്രത്തിലെ 13ാമത് ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞാനയജ്ഞം ഭദ്രദീപ പ്രതിഷ്ഠയോടുകൂടി സമാരംഭം കുറിച്ചിരിക്കുകയാണ്. ഒരു വ്യാഴവട്ടക്കാലം നമ്മൾ സപ്താഹം ആചരിച്ചു. അതിനുശേഷം 13ാമത് യജ്ഞം ഇന്ന് സമാരംഭം കുറിച്ചിരിക്കുകയാണ്. മോഹനൻ, ശ്യാം, ദേവദത്തൻ എന്നിവരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. അഞ്ചൽ ചന്തയിൽ വീണ്ടും തീപിടുത്തം. സംഭവത്തിൽ ദുരൂഹത. ചന്തയിലെ തുടർച്ചയായ തീപിടുത്തം പഞ്ചായത്ത് അധികൃതരുടെ അറിവോടെയാണെന്ന് ആക്ഷേപം. ഈ ചന്ത നശിപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ തീരുമാനമായിട്ടാണ് അഞ്ചൽ പഞ്ചായത്തിന്റെ ഭരണസമിതി. സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് വ്യാപാരികൾ. യുവ ഡോക്ടറുടെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. തേവലക്കര സ്വദേശി ഡോക്ടർ ഫിറോഷിന്റെ മരണത്തിലാണ് അന്വേഷണം. ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഫിറോഷിന്റെ മരണം. മയ്യനാട് നെയ്ത്ത് സഹകരണ സംഘത്തിന്റെ കെട്ടിടം അപകടാവസ്ഥയിൽ. ജീർണിച്ച കെട്ടിടത്തിനുള്ളിൽ ലക്ഷങ്ങളുടെ തറിയും യന്ത്ര സാമഗ്രികളും. കെട്ടിടത്തിന് 55 വർഷത്തിലേറെ പഴക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.